ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വർക്കിന് ഇറങ്ങിയിരിക്കണത് 13-ാം തീയതി കേട്ടോ. വണ്ടി കുറേ ദിവസമായി കഴുകിയിട്ട് കുറേ ചളിയായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി 2 മണിക്ക് 12 മണിക്കൊക്കെയാണ് വരുന്നത്. പിന്നെ കഴുകാനുള്ള സമയമല്ല. ജസ്റ്റ് ഒന്ന് അകൊന്ന് ഇങ്ങനെ തുടക്കുന്നല്ലാണ്ട് ഇന്നലെ കുറച്ച് ബംഗാളികൾ കയറിയിരുന്നു. അതാണ് ഈ സീറ്റും കൂടി കുറച്ച് ചളിയുണ്ട് ബാക്ക് കൂടി. അതിന്റെ മുമ്പത്തെ ട്രിപ്പ് ഒരു കുട്ടിയായിരുന്നു. കുട്ടി ആകെ ചവിട്ടി ചളിയാക്കി, അത് തുടച്ചു. അത് കഴിഞ്ഞപ്പോൾ ബംഗാളികൾ കയറി, 4 ബംഗാളികൾ. ഒരു കാട്ടിക്കൂട്ടിയാണ് ആ ചളി. ജസ്റ്റ് ഒന്ന് തുടക്കട്ടെ. കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. CNG ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചിന് കേട്ടോ. 2 ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ. സമയം 9:20 നമുക്ക് ആദ്യം ഊബർ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവട്ടെ. റാപ്പിഡോന് അപ്ഡേഷൻ ഇല്ല. റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഇനി ഊബറിന് എന്താ നോക്കി നോക്കട്ടെ, അപ്ഡേഷൻ ഉണ്ടാവട്ടെ. ഊബറിനും അപ്ഡേഷൻ ഇല്ല. അപ്പോൾ ഊബർ ജസ്റ്റ് ഓൺ ആക്കുക. ഊബറിന്റെ വാലറ്റിൽ 728 കൊടുക്കാനാട്ടോ. ഇന്ന് 2:45 മുമ്പായിട്ട് കൊടുക്കണം എന്നാണ് കാണിക്കണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് ട്രിപ്പ് തടയും. പിന്നെ ക്യാഷ് ട്രിപ്പ് കിട്ടൂല. അപ്പൊ എന്തായാലും കൊടുക്കാനുള്ളതാണ്. 14-ാം തീയതിയാണ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ഒരു 3 ദിവസത്തെ ഡേറ്റ് ഉണ്ടാവും. അപ്പൊ ഇന്ന് ലാസ്റ്റത്തെ ഡേറ്റാ. അപ്പോ അതൊന്ന് കൊടുത്ത് തീർക്കട്ടെ. ഓക്കെ, അപ്പൊ അത് പേയ്മെന്റ് ആയിട്ടുണ്ട്. പേയ്മെന്റ് പ്രോസസ്സിങ് താങ്ക്സ് 0 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഡേറ്റ് കിട്ടും. ഒരു 4 ദിവസത്തെ ഡേറ്റ് ഉണ്ടാവും. ഇനി ഇവിടെ എന്തെങ്കിലും മൈനസ് വരുമ്പോഴേ ഡേറ്റ് കാണിക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും വരട്ടെ. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒരു മൈനസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും കൊടുക്കാൻ. അപ്പൊ നമ്മൾ കൊടുത്തില്ല. നാളെ കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നാളെച്ചുമ്പാടെ കൂടുമ്പോൾ വീണ്ടും 4 ദിവസം കിട്ടൂല. ആ പഴയ 4 ദിവസം ഉണ്ടല്ലോ, ആ പേയ്മെന്റ്, ആദ്യത്തെ പേയ്മെന്റ് നമ്മൾ അടച്ചു കഴിഞ്ഞാലുള്ളൂ പിന്നെയും 4 ദിവസം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഡേറ്റ് കൂടി കിട്ടൂല. അപ്പൊ അതാണ് ഇത്ര ഒരു എമൗണ്ട് ആയത്. ഈ ഡേറ്റ് കഴിയുകയും ചെയ്തു, എന്നാൽ വലിയൊരു എമൗണ്ട് ആവുകയും ചെയ്തു. എന്താണ്, ഇന്നലെ ചെറിയൊരു 2 ഇന്റർസിറ്റികൾ നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മള് അരൂക്കുറ്റിക്കൊന്ന് ഇന്റർസിറ്റി ഓടി. അവിടുന്ന് അപ്പത്തന്നെ നമുക്ക് മുളന്തുരുത്തിക്കൊന്ന് കിട്ടി രാത്രി. അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു എമൗണ്ട് ആയിട്ടുണ്ടാവുക. കമ്മീഷന് അവർക്ക് കൊടുക്കാനുള്ള മൈനസ് ആയിട്ടുണ്ടാവുക. അതായത് ഇപ്പൊ ഇനി ട്രിപ്പ് അടിക്കട്ടെ. 9:23 ആയിട്ടുണ്ട് സമയം. അപ്പൊ നമ്മളിവിടെ ക്ലീൻ ആക്കുന്ന ഇടയിലേ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്, ഒരു സുജിത്ത്. അത് നമുക്ക് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ട്രിപ്പ് സുജിത്ത് പറഞ്ഞാണ്ടില്ലേ. ഇത് പിക്കപ്പ് ഇവിടെ ചിറ്റിരപ്പള്ളി സ്ക്വയറിന്റെ അവിടെയാണ് കാണിക്കുന്നത്. അപ്പൊ വണ്ടി ഓടിക്കേണ്ടി വരും. ഞാൻ വേഗം ഫ്രണ്ടത്തെ ക്ലീൻ ആക്കല് പിന്നെയും ക്ലീൻ ആക്കാം. ബാക്കിലെ സീറ്റിന്മേൽ കുറച്ച് ചളികളായിട്ടുണ്ട്. അത് കുറച്ച് ബോറാണ്. ഇതുണ്ടോ, ഇതൊന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഈ കസ്റ്റമറിന്റെയും പാടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ മറക്കും. ഇവിടെയൊക്കെ ചവിട്ടി ചളിയിക്കണം. ഈ ബംഗാളികളെ കണ്ട് ഓരോ കൈ ഇവിടെ ആകെ പൊടി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് പോകുന്ന ചേട്ടനായിരുന്നു. അത് നമ്മളെ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മള് കുറച്ച് മുമ്പ് വരെ ക്യാഷ് കൊടുക്കാണ്ടായിരുന്നല്ലോ. ചിലപ്പോ അതുകൊണ്ട് തന്നതാണെന്ന് അറിയില്ല. ക്യാഷ് ട്രിപ്പ് ചിലപ്പോ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല ഇപ്പോഴും. അപ്പോ അതായിരിക്കും. പിന്നെ നമുക്ക് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ എത്തിയ ഉടനെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 100 രൂപയുടെ. ദിനേശ്. ഇത് പിക്കപ്പ് ഇപ്പൊ ഇടുന്ന പിക്കപ്പ് നമ്മളെ തൊട്ട ബാക്കൊക്കെ ഇങ്ങോട്ട് പോയാൽ മതി. ഇവിടെ എന്താന്നോ, ഈ സർവീസ് റോഡ് 1 വേ ആണല്ലോ ശരിക്ക്. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക. ഈ പാലത്തിന്റെ അടിയിൽ കൂടി, ഇവിടെ ഒരു പാലം അടിയിൽ കൂടി ഉണ്ട്. എന്നിട്ട് ഇത് ഹൈവേ ആണ്, ആ കാണുന്നത് മേലെ കൂടി. അതിന്റെ അടിയിൽ കൂടി പോയിട്ട് വീണ്ടും യൂട്ടേൺ അടിച്ചിട്ട് വരുന്നതുണ്ടോ. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ബാക്കൊക്കെ പോയാൽ മതി. ഈ ചളിക്കവട്ടത്തിന്റെ അങ്ങോട്ട് അകത്തേക്കാൻ തോന്നുന്നുണ്ട്. ഏതായാലും പോയിട്ട് ദിനേശിനെ പിക്കട്ടെ. 100 രൂപയുടെ ട്രിപ്പ് ആട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഉള്ളത് വണ്ടർലാലാട്ടോ. വണ്ടർലാക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ടീമായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. റാപ്പിഡോലാട്ടോ പോകുന്നത്. 250 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു. ഊബർ മറ്റേ ട്രിപ്പ് നമ്മള് 97 രൂപയുടെ 100 രൂപയുടെ ട്രിപ്പ് നമ്മള് ക്ലോസ് ചെയ്ത ഉടനെ, ക്ലോസ് ചെയ്യുന്നതിന് 100 മീറ്റർ മുമ്പേ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു 240 രൂപയുടെ. അപ്പൊ ഞാന് വേഗം എടുത്തു. ഊബർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായില്ല, കാരണം ക്യാഷ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഊബർ അടുത്ത ട്രിപ്പ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ റാപ്പിഡോ എവിടുന്നോ പിക്കപ്പ് എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെങ്കില് വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല. അങ്ങനെ നമ്മള് റാപ്പിഡോ എടുത്ത് ഊബർ ഓഫ് ചെയ്ത് പോന്ന്. റാപ്പിഡോയിൽ നമ്മള് 240 രൂപ നമുക്ക് കിട്ടിയത്. അത് നമ്മൾ ഓടിയത് എത്ര കിലോമീറ്ററാ, 18 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടിയിരിക്കണേ. 12 കിലോമീറ്റർ 240 രൂപ. അപ്പൊ ഇനി എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങട്ടെ. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. യാത്രപാട് ഓൺ ആക്കട്ടെ. അത് 10 രൂപ നമുക്ക് ടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. 240 ആണ്. അവനോട് അറിയാം 250 ഇടുന്നുണ്ട്. തമിഴന്മാരാണ്, തമികളാണ്. അപ്പൊ 3 ആണുങ്ങളും ഒരു പെണ്ണും ഉണ്ട്. വേറൊരു വണ്ടിമാടെ ഉണ്ട് കേട്ടോ, ഒരു അൾട്ടണ്ണൂർ മാട ഉണ്ട്. അതിന്റെ പിന്നാലെ പോന്നിട്ടുണ്ടായിരുന്നു. എവിടെ എത്തിയെന്ന് അറിയില്ല. കാക്കനാട്ടിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മളെ ആ ട്രിപ്പും കഴിഞ്ഞിട്ടോ, ഊബറിന്റെ ട്രിപ്പും കഴിഞ്ഞു. അത് 170 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. അത് നമ്മൾ ഓടിയത് 9.44 കിലോമീറ്ററാണ് ഓടിയത്. എത്ര സമയം എടുത്തു? അത് നമ്മൾ 22 മിനിറ്റ് ആയിട്ട് എടുത്തത്. 210 ടോട്ടൽ വാങ്ങി, 170 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോയിലുള്ള 240. ഊബറിൽ ടോട്ടല് 436 രൂപ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഏതോ ഒരു കാട്ടില് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തണലുണ്ട് ഇവിടെ, കാട് നല്ല ഉണ്ട്. നമ്മളെ NGO ക്വാർട്ടേഴ്സ് ആണ്. അപ്പോ നമുക്ക് നാളെ ഒരു കസ്റ്റമർ ചക്ക തന്നിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പില്. അത് ഈ വീട്ടിൽ നിന്നാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് നിന്നായിരിക്കും. ഏതായാലും ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഇവിടെ ട്രിപ്പ് അടിക്കാൻ എന്താണ് ചാൻസ് എന്ന് അറിയില്ല. 11:18 ആയിട്ടുണ്ട്. ഒരു 11:45 ആകുമ്പോ ഇവിടുന്ന് മാറിക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇവിടെ പാലാരോട്ടത്താട്ടുള്ളത്. അതിനുശേഷം 2 ട്രിപ്പാണ് നമുക്ക് അടിച്ചത്. ഒന്ന് നമുക്ക് ഇവിടെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ MG റോഡിന്റെ അടുത്ത്. അവിടെ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇവിടെ പാലാരോട്ടം മെഡിക്കൽ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഒരു കടയ്ക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് നമുക്ക് കിട്ടിയത് 165 രൂപ കേട്ടോ. നമുക്ക് കിട്ടിയത് 29 മിനിറ്റ് ആണ് എടുത്തത്. 8.20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് 240 രൂപയാണ് ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആള് 10 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്, 250 ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ നമുക്ക് ഇങ്ങനെ എടപ്പള്ളി പോയിട്ട്, എടപ്പള്ളി മൊബൈൽ ഷോപ്പിന്റെ അവിടേക്ക് ഇങ്ങനെ പോവാണ് ഞാനിപ്പോ. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ ട്രിപ്പ്. അപ്പോ അവിടെ എത്തണ ഇതുവരെ നോക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. 12:43 ആയിട്ടുണ്ട് സമയം. അപ്പൊ മൊബൈൽ ഷോപ്പിൽ എത്തണത് വരെ റാപ്പിഡോ, യാത്രി, ഊബർ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിച്ചാൽ വൈക്കൂടിയാണ് പോവാ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യാസിറിനെയും കൂട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മള് 12:51 ആയപ്പോ നിർത്തിട്ടോ. മൊബൈൽ ഷോപ്പിക്കല്ല പോയത്, നമ്മളെ താജു സാറുണ്ട് അവിടെ. അപ്പൊ താജുവിന്റെ വണ്ടി ഉണ്ടോ ഇവിടെ? ബിരിയാണി ഉണ്ട്, ബിരിയാണി കഴിക്കാൻ വന്നിക്കാണ്. PWDന്റെ ക്യാൻറ്റീൻ. നമ്മളിപ്പോ ഇവിടെ കാക്കനാടായിട്ടുള്ളത്. നമ്മൾ അളകാപുരി റെസ്റ്റോറന്റ് അടുത്തുള്ളത്. 4:37 ആയിട്ടുണ്ട് സമയം. ഞാൻ ജസ്റ്റ് ഊബർ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ റാപ്പിഡോ, യാത്രി മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് നമ്മൾ വന്ന ഡ്രോപ്പ് ഇവിടെ അളകാപുരി റെസ്റ്റോറന്റ് അവിടെ പള്ളിയിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ മെട്രോന്റെ കൂടെ ഒക്കെ പോകുന്നപ്പോഴേ, വായക്കാല ചെമ്പമുക്ക വഴി കൂടി പോകുന്നപ്പോഴൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഊബർ എന്തായാലും അടിച്ചാൽ നമുക്ക് ട്രിപ്പ് എടുക്കേണ്ടി നിർബന്ധമാവും. അപ്പൊ ഞാൻ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാപ്പിഡോ, യാത്ര ഓൺ ആക്കിയിട്ടുണ്ട്. അതാകുമ്പോ നമുക്ക് നോക്കിയിട്ട് ബ്ലോക്ക് ഇല്ലാത്ത ഏരിയക്ക് നോക്കിയിട്ട് മാത്രം എടുക്കാലോ. നമ്മൾ ഈ 165 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് കുറെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് തൃക്കാക്കരന്ന് കാക്കനാട് നമ്മളെ MG ജംഗ്ഷന്റെ അടുത്ത് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 137 രൂപയുടെ 6.76 കിലോമീറ്റർ. പിന്നീട് അടിച്ചത് നമുക്ക് എളമക്കരക്ക് ചെങ്ങമ്പുഴ പാർക്കിന്റെ ബാക്കിലേക്കായിരുന്നു. ഇപ്പൊ അവിടുന്നാണ് നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് നമ്മളെ ഇൻഫോ പാർക്ക് റോഡ്, നമ്മളെ അളകാപുരി റെസ്റ്റോറന്റ് പള്ളിന്റെ അടുക്കാട്ടോ നമ്മൾ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ്. നമ്മള് സാധാരണ ഈ ഈവനിങ് സമയത്ത് നമ്മള് എല്ലാം ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പോ റാപ്പിഡോ യാത്ര കുഴപ്പമില്ലല്ലോ, നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അത് ബ്ലോക്ക് ഇല്ലാത്ത ഏരിയ നോക്കിയിട്ട് മാത്രം എടുക്കുക. അതുവരെ വിശ്രമം. ഊബർ എന്താന്ന് ഈ ബ്ലോക്കുള്ള സമയത്ത് നമ്മളെ പോലെ കുറെ ആൾക്കാർ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വണ്ടികൾ കുറവായിരിക്കും. അപ്പൊ ചിലപ്പോൾ ദൂരത്തു നിന്നൊക്കെ ട്രിപ്പ് അടിക്കും. പിക്കപ്പും കൂടും. ആ പിക്കപ്പ് ചിലപ്പോൾ പോവാൻ തന്നെ 10 മിനിറ്റ് ഒക്കെ എടുക്കും. പിന്നെ നഷ്ടമായിരിക്കും, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഏതായാലും കുറച്ചു നേരത്തിന് റെസ്റ്റ് എടുക്കട്ടെ. ഈ ഗ്യാപ്പിൽ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കട്ടെ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോയില്. അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു പുളപ്പൊരി വാങ്ങിയാണ്ട് ഇങ്ങനെ നേരെ നടന്നു പോരുന്നു. ഏകദേശം നമ്മൾ അളകാപ്പുരി ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ നടക്കാണ്ടായിരുന്നു റാപ്പിഡോയില്. അതിന് മുമ്പ് യാത്രയിൽ കുറെ ട്രിപ്പ് അടിച്ചിട്ടോ. കത്രിക്കടക്കൊക്കെ 300 രൂപയുടെ ഒക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടിച്ചില്ല. റാപ്പിഡോ ഇത് ഇവിടുന്ന് എടുത്തിട്ട് 1 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഡ്രോപ്പ് ഉള്ളൂ. അത്താണിക്കാണ്. യാത്ര ചെയ്താ വീണ്ടും അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. യാത്ര വേണ്ട. റാപ്പിഡോ ഇത് നല്ല ലാഭമുള്ള ഒരു ട്രിപ്പാണ്. കാരണം 1 കിലോമീറ്റർ എന്തോ ഉള്ളു ഡ്രോപ്പ്. അപ്പൊ ഞാന് ആൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 6 മിനിറ്റ് ആവും പറഞ്ഞാണ്ട്. അപ്പൊ ആള് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ക്യാൻസൽ ആക്കിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് തിരിയണ റോഡ് ഉണ്ട്, അവിടുന്നാണ് പിക്കപ്പ് കാണിക്കണത്. അത് നമ്മളെ സിഗ്നലാണ്. സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള ലെഫ്റ്റ് ആണ് പിക്കപ്പ് പോയിന്റ് കിടക്കുന്നത്. അവിടെ എന്തോ ഒരു ഹോട്ടൽ എന്തോ ഉണ്ട്, അവിടുന്ന് ആയിരിക്കും. കസ്റ്റമറുടെ പേര് വിനീഷ് എന്നാണ്ടോ. അങ്ങനെ നമ്മള് റാപ്പിഡോന്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ 120 രൂപ കിട്ടി. ആകെ 1 കിലോമീറ്ററോ എന്തോ തികച്ചുണ്ടായിട്ടില്ല. ഇപ്പൊ ഊബറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.3 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 3 മിനിറ്റ് എടുത്ത് സമയം. കിലോമീറ്ററിന് പെർ കിലോമീറ്റർ 92 രൂപ വെച്ചിട്ടാണ് കിട്ടിക്കണേ. അപ്പോ പെർ കിലോമീറ്റർ പറഞ്ഞാൽ ആകെ 1.5 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ.
120 രൂപ. ഊബറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ പോയാലും നമുക്കൊരു 95 രൂപ നമുക്ക് കിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോ ആള് മറ്റേ ഇവിടെ എല്ലാ ആൾക്കാരല്ല, അത് കസ്റ്റമറെ നമ്മളെ ഈ മുടി വെക്കണ പരിപാടി ഉണ്ടല്ലോ അതിന് വന്നതാ. അപ്പൊ തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ ചെയ്തിക്കണം, തൊപ്പിയൊക്കെ കെട്ടുക്കണം. അപ്പൊ വല്ല അളകാണ്ടൊക്കെ കേറണുണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പൊ എന്നോട് ചോദിച്ചു വൈറ്റിലൊക്കെ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങനെ ചോദിച്ചു. 8 മണിയൊക്കെ ആകുമ്പോ പോവാനാ. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളെ നമ്പർ തരികയാണോ അതോ ഊബർ വിളിച്ചാൽ മതി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഊബർ വിളിക്കുന്നതായിരിക്കും നല്ലത്, ചിലപ്പോ ഞാൻ അവിടെ ഉണ്ടാവൂല. ഊബർ ആ സമയത്ത് ഇവിടെ ഉണ്ടാവും, ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും 8 മണിയൊക്കെ ആകുമ്പോ പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് താങ്ക് യു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. 120 രൂപ ലാഭമായി. അപ്പൊ 1 കിലോമീറ്ററിന് 120. ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ ട്രിപ്പ് എടുക്കണം നല്ലത്. അതിനെന്ത് ചെയ്യണം, ഊബർ ഓഫ് ചെയ്യണം. ഇപ്പൊ നമുക്ക് നേരത്തെ യാത്രയിലൊക്കെ എത്ര ട്രിപ്പ്, യാത്രയിൽ കുറെ ട്രിപ്പ് വന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഊബറിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എടുക്കേണ്ടി വരും, കാരണം നമ്മൾ സെപ്പറേറ്റ് പോകും. അപ്പൊ അതിലാറല്ലേ ബ്ലോക്ക് ഉള്ള സമയത്ത് ഇപ്പൊ നമ്മുടെ അത്താണിയില് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് വലിയ വിഷയമല്ല. കഴിഞ്ഞല്ലോ ആകെ 1 കിലോമീറ്ററിന് 120 റുപ്യ, 5 കിലോമീറ്റർ കിട്ടി 500 റുപ്യ. ഇത് നോക്കിയാൽ കാണി. അപ്പൊ ഇതല്ലേ ലാഭം. മറ്റേത് വെറുതെ കത്തിരിക്കടവുക്ക് എനിക്ക് കണ്ടത് 275 രൂപയാണ് കത്തിരിക്കടവ് കണ്ടത്. അത് 13 കിലോമീറ്ററോ എന്തോ അല്ല 12 കിലോമീറ്റർ, 3 കിലോമീറ്റർ പിക്കപ്പും. അപ്പൊ ഞാൻ കണക്ക് കൂട്ടുമ്പോ 19 റുപ്യ കിലോമീറ്ററിന് കിട്ടണേ. അത് ബ്ലോക്ക് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഓക്കെ, അല്ലാത്ത സമയത്ത് പറ്റില്ല. ഈ സമയത്ത് പോയാൽ എന്തായാലും 1 മണിക്കൂർ സമയം പോകാൻ മതി. ഇതിപ്പോ കണ്ട ആകെ 5 മിനിറ്റ് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഞാനിപ്പോ നമ്മളെ റൂമിന്റെ അവിടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആളെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വണ്ടി എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പോണത്. നമ്മളെ റൂമിന്റെ ഏകദേശം ആ ഭാഗത്തേക്കാ പോണത്. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡാക്കാം. ടൗൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ അടിച്ച പോലത്തെ ട്രിപ്പുകൾ അടിക്കുമായിരുന്നേ, ചെറിയ 1 കിലോമീറ്ററിന്റെ ഒക്കെ. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ എവിടെയൊക്കെ ഗ്യാപ്പ് ഇട്ടാണെന്നുണ്ടെങ്കിലേ നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മളെ പുളപ്പൊരിയും കഴിച്ചാടാ. പുളപ്പൊരി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് ഞാൻ 120 റുപ്യ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. അപ്പൊ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോ പുളപ്പൊരിയും കഴിച്ചാണ്ട് ഫോണിൽ കളിച്ചിരിക്കാം. അപ്പളേ നമ്മളിവിടെ പോന്ന് ഇങ്ങനെ റൂമിന്റെ അവിടേക്ക് എത്തി. അപ്പൊ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടു കുറച്ചെന്റെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ ഊബറൊക്കെ ഓഫ് ചെയ്തിക്കല്ലേ, അപ്പൊ വണ്ടിമ്മ കുറച്ച് ചളിയുണ്ട്. ഇപ്പൊ നമ്മള് രാത്രി വന്ന് രാവിലെ ഇറങ്ങണോണ്ടേ കഴിക്കാനുള്ള സമയം കിട്ടലില്ല. അപ്പൊ ഇപ്പൊ ഇറക്കിയിട്ട് വണ്ടിയാണ് കഴിയുക, എന്നിട്ട് ചിലപ്പോഴേ രാത്രി ഇറങ്ങുള്ളൂ. നോക്കി നോക്കട്ടെ. നമ്മള് ഓടിയത് ഊബറിൽ 8 ട്രിപ്പ് എടുത്തുക്കണു, പിന്നെ റാപ്പിഡോയില് 2 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. യാത്രയില് 0 ആണ്, അത് വെറുതെ ഓണാക്കി. അടിച്ചീനു കേട്ടോ, ട്രിപ്പ് അടിച്ചീനു, ഞാൻ എടുക്കാത്തോണ്ടാണ് ഇപ്പൊ. അപ്പൊ റാപ്പിഡോം പാടെ ഓഫ് ചെയ്യട്ടെ. ഇപ്പൊ എല്ലാ ആപ്പുകളും ഓഫ് ചെയ്തു. ഇനി ലൊക്കേഷൻ ഓഫ് ചെയ്യാം. ഗേറ്റ് ഒക്കെ തുറന്നിക്കണം കേട്ടോ. അപ്പൊ ഏതായാലും വണ്ടി അടിക്ക് താത്തിയാണ്ട് നല്ല ബ്ലോക്ക് അല്ലേ, ഇതുണ്ടോ മരങ്ങളും കാടൊക്കെ പോയപ്പോഴേ കറക്റ്റ് കാണുന്നുണ്ട് റോഡ്. അപ്പൊ വണ്ടി ഇറക്കുക, വണ്ടി കയറ്റുക, കുറച്ച് കഴിഞ്ഞിട്ട് മൂഡിനനുസരിച്ച് വർക്കിന് ഇറങ്ങുക. അപ്പൊ നമ്മള് വീണ്ടും വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 7:32 ആയപ്പോ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ബോംബെ കഫേന്റെ ഓപ്പോസിറ്റ് ആട്ടോ വണ്ടി കൊടുത്തിട്ടിരിക്കണേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇറക്കം. റൂം കയറിയാണ്ട് കുളിച്ച് മാറ്റി വണ്ടി ഫുള്ള് കഴുകിട്ടോ, പുറവും ആകൊക്കെ കഴുകിയിട്ടുണ്ട്. കുളിച്ച് മാറ്റി ചായയും കുടിച്ചു. താജുദ്ദീൻ വന്നിരുന്നു, താജുദ്ദീൻ അവിടെ വേക്കലുണ്ട്. രണ്ടാളും പാടെ ചായയും കുടിച്ചിട്ട് വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഊബർ ഓണാക്കിയില്ല, ഓണാക്കട്ടെ. സമയം 7:33 ആയിട്ടുണ്ട്. ഊബറിൽ നിന്ന് 1250 രൂപ കേട്ടോ ഓടിയിട്ടുള്ളത്, 8 ട്രിപ്പ്. അപ്പോ ഊബർ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോയും ഓണായിട്ടുണ്ട്, 360 രൂപ. യാത്രയും ഓണാക്കട്ടെ. യാത്രയിലൊന്നും ഓടിയില്ല. ഇപ്പോ 7:33 അല്ലേ, ഒരു 10-10:30 ആകുമ്പോ റൂമിലേക്ക് തന്നെ തിരിച്ചു വരണം. എന്നാലും കുഴപ്പമില്ല, കിട്ടണോടത്തോളം കിട്ടട്ടെ. ഒരു 500 റുപ്യ കിട്ടാക്കൂലല്ലോ. ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ. 8:03 സമയം. എന്തായാലും ഇവിടുന്ന് കാക്കനാട് ജംഗ്ഷനിലേക്ക് ഒന്ന് പോയോക്കട്ടെ. എന്തായാലും ഒരു 1-2 ട്രിപ്പ് പേര് എടുക്കാണ്ട് റൂം കയറൂലേ. ഇത്രയും കുളിച്ച് മാറ്റി രണ്ടാമത് ഇറങ്ങിയിട്ട് ഒരു ട്രിപ്പും പാടെ എടുക്കാതെ പോയാല് മോശല്ലേ. എന്തായാലും ഒരു ട്രിപ്പ് എടുക്കണം. അപ്പൊ ആ ഒരു ട്രിപ്പിന് വേണ്ടിട്ട് തേർഡാണ് കാക്കനാട് ജംഗ്ഷനിൽ പോയോട്ടെ. അവിടുന്ന് വരെ ട്രിപ്പ് ഓടിയോട്ടെ. താജുദ്ദീനും പോയിട്ടുണ്ട് നമ്മളെ പിന്നാലെ. ബോംബെ കഫേന്റെ അവിടെ നിന്നിട്ട് ഇപ്പൊ വലിയ കാര്യം ഉണ്ടാവൂല. രാത്രി എങ്ങാനും കാക്കനാട്ടിൽ നിന്ന് വല്ല റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിലായി. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനൊക്കെ കിട്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ കിട്ടിയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചും കിട്ടും ആ ഭാഗത്തേക്ക് പോയാല്. ഇതിപ്പോ ഒന്നാണ് അടിച്ച് കിട്ടണം. അപ്പൊ കുറെ നേരം നമ്മള് ഓഫ്ലൈനായി കിടന്നല്ലോ ഊബർ. അപ്പൊ ഒരു ട്രിപ്പ് അടിച്ച് കിട്ടണം. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ സ്റ്റേഡിയത്തിന്റെ അവിടെ ആയിട്ടുള്ളത്, കലൂര് സ്റ്റേഡിയം. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 154 രൂപയുടെ ട്രിപ്പാണ് നമുക്ക് കിട്ടിയത്. 8:43 നമുക്ക് കിട്ടിയത്. 7 കിലോമീറ്റർ 23 മിനിറ്റ് ആണ് നമ്മൾ ഓടിയത്. 150 ടോട്ടൽ വാങ്ങി, 154 നമുക്ക് കിട്ടി. അപ്പോ ഊബറിലാണ് കിട്ടിയത്. ആദ്യം കുറെ നേരം ബോംബെ കഫേന്റെ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ട്രിപ്പ് അടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് സൺറൈസ് ഹോസ്പിറ്റലിന്റെ അവിടെ പോയി. അവിടെ ഒരു പമ്പ് ഉണ്ടല്ലോ,
പെട്രോൾ പമ്പിന്റെ അവിടെ പോയിട്ട് കുറെ നേരം നിന്നു ഞാനും താജുംപാട്. അപ്പൊ എനിക്കൊരു മാച്ച് വരും, അത് അവന് കിട്ടൂല, അല്ല അവന്റേക്ക് വരികയില്ല. അവന്റെ വരുന്ന മാച്ച് ഇന്ത്യയിലും വരുന്നില്ല. അങ്ങനെ ഒരു 3-4 മാച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയി. ലാസ്റ്റ് എനിക്കൊരു ട്രിപ്പായിട്ട് അടിച്ച് ഇവിടെ ഇവിടെ നമ്മളെ കലൂര് സ്റ്റേഡിയത്തിന്റെ ലിങ്ക് റോട്ടിക്ക് ഒരു കോഫി ഷോപ്പിക്ക്. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ മാപ്പിൽ നോക്കുമ്പോ താജ് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പാലാരോട്ടം ഭാഗത്ത് എത്തിയിന്. അപ്പൊ ഓനിക്കും ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. നമ്മള് എവിടെയാണ് നിൽക്കുന്നത്? ഇതാണ്ടോ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിലാണ് നിൽക്കുന്നത്. താജ് ഇപ്പൊ ഏകദേശം ഇവിടെ തമ്മനം ഭാഗത്തെത്തിയിട്ടുണ്ട്. തമ്മനത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞു. ചിലപ്പോലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിക്കോ ആ ഭാഗത്തേക്ക് കൊടുക്കലായിരിക്കും, എന്താ അറിയില്ല. എന്തായാലും ഓന് വിളിച്ചിട്ട് എടുക്കണില്ല, ട്രിപ്പിലാണ്. കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ഇവിടെ ഇന്ന് സ്റ്റേഡിയത്തിൽ നല്ല തിരക്കുണ്ട് ഇന്ന് ഇവിടെ. അപ്പൊ ഏതായാലും ഇപ്പൊ 9:21 ആയിട്ടുണ്ട് സമയം. ഒരു 9:30 വരെ നിന്ന് നോക്കാം. അപ്പൊ ഒരു 5-6 മിനിറ്റ് ആയിപ്പോ ഇവിടെ വന്നിട്ട്. സ്റ്റേഡിയത്തിൽ നിന്നിട്ട് വലിയ കാര്യമില്ല, എല്ലാവരും വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ ഇവിടെ ഊബർ വിളിക്കല് ചാൻസ് കുറവായിരിക്കും. അപ്പൊ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നോക്കി നോക്കാം. ഏതായാലും ഇറങ്ങിയതല്ലേ, 2-3 ട്രിപ്പേരും കിട്ടണം. താജ് വീണ്ടും വന്ന് ഗേസ്, താജ് വീണ്ടും വന്ന് സ്റ്റേഡിയത്തിൽ ഒന്ന് കറങ്ങട്ടെ ഇല്ലേ താജോ? വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ. സമയം ഇവിടെ 10:23 ഇപ്പൊ റാപ്പിഡോ യാത്രയൊക്കെ ഓണാണ്, ഒന്നും ഓഫ് ആക്കിയിട്ടില്ല, ട്രിപ്പ് അടിച്ചില്ല. ഇപ്പൊ നമ്മളെ പടമുകൾക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ പോവാന്നാ പറഞ്ഞത്. അവിടെ ഒരു ഷവായി കട ഉണ്ട്, മന്തിക്കട. അപ്പൊ അവിടെ പോയിട്ട് ഷവായും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോട്ടെ. സമയം 10:24 11 മണി ആവാനായി. അപ്പൊ ഒരു 11:30 ഉറങ്ങിയാല് നാളത്തെ പരിപാടികൾ നടക്കുള്ളൂ. അങ്ങനെ നമ്മള് കറക്റ്റ് 12 മണിയായപ്പോ നമ്മള് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മള് ടോട്ടൽ ഓടിയത് 123 കിലോമീറ്റർ ആട്ടോ ഇന്ന് ബിയിൽ ഓടിയത്. അത് 0 ആക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഇറങ്ങിയത് വെറുതെ ആയി. ആകെ ഒരു 155 റുപ്യന്റെ ഒരു ഓട്ടോ കിട്ടിയത് നമ്മളെ സ്റ്റേഡിയത്തേക്ക്. പിന്നെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല. പിന്നെ അങ്ങനെ പോന്ന് പടമുകളിൽ നിന്ന് ഫുഡും കഴിച്ച്. അപ്പോ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നമ്മളെ തട്ടിമുട്ടിയിട്ട് ഒരു ആക്ടർ ഉണ്ടായിരുന്നു അവിടെ. ആക്ടറിന്റെ പേര് എനിക്ക് അറിയില്ല. ആ ഒരു ക്യാരക്ടറിന്റെ പേര് കണ്ണൻ എന്നാണ്. അപ്പൊ ആളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോന്ന്. ഇപ്പൊ ഏതായാലും റൂമിലെത്തിയിട്ടുണ്ട്. 12:01 സമയം. അപ്പൊ ഏതായാലും പോയി കടന്നുറങ്ങട്ടെ, ഇനി നാളെ രാവിലെ ഇറങ്ങാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.